ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എപ്പോഴാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിൽ എനിക്ക് തരണം. നിങ്ങളോടാണ്. ഞാൻ മറുപടി പറഞ്ഞില്ല, മൗനി ബാബയാണ്. 12 പ്രാവശ്യം ചോദിച്ചു. എങ്ങനെയാണ് ചോദിച്ചതെന്നറിയാം? ഒന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പം ചോദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അകത്ത് കയറി കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും മൈക്ക് വെച്ച് ചോദ്യം. ഞാൻ കേരള ഹൗസിലേക്ക് കയറുമ്പോൾ ചോദ്യം, ഇറങ്ങുമ്പോൾ ചോദ്യം. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഒരു മൈക്ക് എൻ്റെ മുഖത്ത് വന്നാൽ ഇടിച്ചത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പം നിങ്ങളോട് രഹസ്യയോട് പറയാം, എൻ്റെ മുഖത്താണ്. ഞാൻ ഒന്നും പറഞ്ഞില്ല, സത്യം. എന്നിട്ട് എന്നോട് ചോദിച്ചു. അപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല. എപ്പോഴാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ദയവ് ചെയ്ത് എനിക്ക് തരാം. ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയൻ്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ED കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോണെടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാണ്, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു. ഇത് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയുകയാണ്. ഞാൻ ചിരിക്കണോ അല്ല കരയണോ? ഇത് കേട്ടിട്ട് നിങ്ങളൊന്ന് ആലോചിക്കും. നരേന്ദ്രമോദി ആദ്യമായിട്ട് കണ്ട് മുഖ്യമന്ത്രിയായിട്ട് കാണാൻ പോയപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പിണറായി വിജയൻ ഇതൊന്നും പറയില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊരു റേറ്റിംഗ് ഉണ്ട് എൻ്റെ ഉള്ളിൽ.